അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. എല്ലാ സ്തുതിയും സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനാണ്. അനുഗ്രഹവും സമാധാനവും നമ്മുടെ പ്രിയ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കുടുംബത്തിൻ്റെയും സ്വഹാബിമാരുടെയും മേൽ ഉണ്ടാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയ സഹോദരങ്ങളെ, ഈ ലോകത്ത് ഓരോ മനുഷ്യരും മറ്റുള്ളവരുടെ സ്നേഹം ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, ഈ ആകാശവും ഭൂമിയും നമ്മളെയും സൃഷ്ടിച്ച അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നു എന്നതിനേക്കാൾ വലിയ അനുഗ്രഹം വേറെയുണ്ടോ? അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കുന്ന ഒരാൾ ഈ ലോകത്തും പരലോകത്തും യഥാർത്ഥ വിജയിയാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ പ്രധാനപ്പെട്ട വിഷയം സംസാരിക്കുന്നത്. അള്ളാഹു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന 10 വിഭാഗം മനുഷ്യർ. ഈ ഗുണങ്ങൾ നിങ്ങളിലുണ്ടോ? ഈ വീഡിയോ അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കുക. കാരണം പറയാൻ പോകുന്ന ഓരോ ഗുണവും ഖുർആനിലും സ്വഹീഹ് ഹദീസുകളിലും വന്നതാണ്. ഈ ഗുണങ്ങളിൽ ഒരെണ്ണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ സ്നേഹം നേടുവാനുള്ള ഒരു വലിയ കാരണമായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമതായി, അള്ളാഹു സ്നേഹിക്കുന്നത് തൗബ ചെയ്യുന്നവരെയാണ്. ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, തീർച്ചയായും അള്ളാഹു തൗബ ചെയ്യുന്നവരെയും ശുദ്ധി പാലിക്കുന്നവരെയും സ്നേഹിക്കുന്നു എന്ന്. സൂറത്തു അൽ ബഖറ. മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത് സ്വാഭാവികമാണ്. എന്നാൽ തെറ്റ് ചെയ്ത ശേഷം അള്ളാഹുലേക്ക് ആത്മാർത്ഥമായി മടങ്ങുന്നവരാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ. അതിനാൽ എത്ര വലിയ പാപം ചെയ്താലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. ഇന്നു തന്നെ ആത്മാർത്ഥമായി തൗബ ചെയ്യണം ഇൻഷാ അല്ലാഹ്. രണ്ടാമതായി, അള്ളാഹു ശുദ്ധി പാലിക്കുന്നവരെ സ്നേഹിക്കുന്നു. ശരീരത്തിൻ്റെ ശുദ്ധി മാത്രമല്ല, ഹൃദയത്തിൻ്റെ ശുദ്ധിയും ഉദ്ദേശത്തിൻ്റെ ശുദ്ധിയും ജീവിതത്തിൻ്റെ ശുദ്ധിയും വളരെ പ്രധാനമാണ്. ശുചിത്വം, വസ്ത്രത്തിൻ്റെ ശുദ്ധി, ആരാധനയിലെ ആത്മാർത്ഥത എന്നിവയെല്ലാം ഒരു വിശ്വാസിയുടെ അടയാളങ്ങളാണ്. മൂന്നാമതായി, അള്ളാഹു നന്മ ചെയ്യുന്നവരെ സ്നേഹിക്കുന്നു. അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹു മുഹ്സിനുകളെ അഥവാ നന്മ ചെയ്യുന്നവരെ സ്നേഹിക്കുന്നു എന്ന്. നന്മ എന്നത് പണം ദാനം ചെയ്യുക മാത്രമല്ല, ഒരു നല്ല വാക്കു പറയുന്നതും മാതാപിതാക്കളെ സഹായിക്കുന്നതും വിശക്കുന്നവന് ഭക്ഷ്യം കൊടുക്കുന്നതും ഒരാളെ വിഷമം അകറ്റുന്നതും എല്ലാം നന്മയാണ്. നാലാമതായി, അള്ളാഹു തഖ്വയുള്ളവരെ സ്നേഹിക്കുന്നു. തഖ്വ എന്നത് ആരും കാണാത്ത സമയത്ത് അള്ളാഹു കാണുന്നുവെന്ന് മനസ്സിലാക്കി ജീവിക്കുന്നവരാണ്. ഒറ്റക്കായിരിക്കുമ്പോഴും പാപം ഉപേക്ഷിക്കാൻ കഴിയുന്ന ഹൃദയമാണ് തഖ്വയുള്ളത്. അഞ്ചാമതായി, അള്ളാഹു ക്ഷമയുള്ളവരെ സ്നേഹിക്കുന്നു. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരും, രോഗം വരാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാം, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടാം. അത്തരം സമയങ്ങളിൽ അള്ളാഹുവിനെ കുറ്റപ്പെടുത്താതെ ക്ഷമയോടെ നിലകൊള്ളുന്നവരാണ് അള്ളാഹുവിന് പ്രിയപ്പെട്ടവർ. ആറാമതായി, അള്ളാഹുവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നു എന്നതാണ്. നമ്മൾ പരിശ്രമിക്കണം, പക്ഷേ ഫലം അള്ളാഹുവിൻ്റെ കയ്യിലാണ് എന്ന് വിശ്വസിക്കണം. ഈ വിശ്വാസത്തെയാണ് തവക്കൽ എന്ന് പറയുന്നത്. ഏഴാമതായി, അള്ളാഹു നീതി പാലിക്കുന്നവരെ സ്നേഹിക്കുന്നു. സ്വന്തം കുടുംബത്തോടെയായാലും മറ്റുള്ളവരെയായാലും നീതിയോടെ പെരുമാറുക, കള്ളസാക്ഷി പറയാതിരിക്കുക, ആരെയും അന്യായമായി ഉപദ്രവിക്കാതിരിക്കുക. ഇതെല്ലാം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഗുണങ്ങളാണ്. എട്ടാമതായി, അള്ളാഹുവിൻ്റെ മാർഗ്ഗങ്ങളിൽ ഐക്യത്തോടെ പ്രവർത്തിക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നു. അഹങ്കാരവും ഭിന്നതയും ഒഴിവാക്കി ദീനിൻ്റെ നന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നു എന്നതാണ്. ഒൻപതായി, സൽക്കർമ്മങ്ങളിൽ സ്ഥിരത പുലർത്തുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ചെറിയ അമല് ആണെങ്കിലും സ്ഥിരമായി ചെയ്യുന്നതാണ് അള്ളാഹുവിന് കൂടുതൽ പ്രിയം. ദിവസം നിസ്കാരം, ഖുർആൻ പാരായണം, ദിക്ർ, ദുആ എന്നിവ ജീവിതത്തിൽ ഭാഗമാക്കണം ഇൻഷാ അല്ലാഹ്. പത്താമതായി അഥവാ അവസാനമായി, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്തുടരുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നു എന്നതാണ്. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക. അപ്പോൾ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യും. സൂറത്തുൽ ആലു ഇമ്രാൻ. പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളെ സുന്നത്ത് ജീവിതത്തിൽ നടപ്പിലാക്കുന്നവരെയാണ് അള്ളാഹുവിന് സ്നേഹം നേടുവാനുള്ള ഏറ്റവും വലിയ മാർഗങ്ങളിൽ ഒന്നാണ്. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും സ്വയം ചോദിക്കാം, ഈ 10 ഗുണങ്ങളിൽ എത്ര ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന്. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ അതിലേക്ക് ശ്രമം ആരംഭിക്കാം. അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കുന്നതിനേക്കാൾ വലിയ വിജയം മറ്റൊന്നുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. കാരണം ഒരു നല്ല കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും അള്ളാഹു സ്നേഹിക്കുന്ന സ്വാലിഹീങ്ങളായ അടിയന്മാരിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. ഈ ലോകത്തും പരലോകത്തും നന്മ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ